ഹലോ. ഹായ്, ഗുഡ് മോർണിംഗ്. അപ്പം ഇന്നത്തെ ടോപ്പിക്ക് എന്താണെന്നല്ലേ? ഇന്നത്തെ ടോപ്പിക്ക് നമ്മൾ സ്കൂൾസ് ചൂസ് ചെയ്യുമ്പോൾ കുട്ടികൾക്ക് വേണ്ടി എന്തൊക്കെ മെഷേഴ്സാണ് നമ്മൾ എടുക്കേണ്ടത്, എങ്ങനത്തെ സ്കൂളാണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത് നമ്മുടെ കുട്ടിക്ക് എന്നുള്ളതിൻ്റെ ഒരു വീഡിയോ ആണ് ഞാനിന്ന് ചെയ്യുന്നത്. അപ്പം സ്കൂൾസ് എന്ന് പറയുമ്പം ഇപ്പം നമ്മുടെ നാട്ടിൽ ഇന്ത്യൻ സിലബസ് ഉള്ള സ്കൂൾസ് ഉണ്ട്, പിന്നെ ഇൻ്റർനാഷണൽ സിലബസ് ഉള്ള സ്കൂൾസ് ഉണ്ട്. അങ്ങനെ ഒത്തിരി സ്കൂൾസ് ഉണ്ട്. എങ്ങനത്തെ സ്കൂൾസ് വേണമെങ്കിലും നമുക്ക് ഓപ്റ്റ് ചെയ്യാം. ലൈക്ക് അത് പേരൻസിൻ്റെ ചോയ്സാണ്. ബട്ട് കുറച്ച് കാര്യങ്ങൾ നമ്മൾ കൺസിഡർ ചെയ്യാനുണ്ട് ഇതിനകത്ത്. നമ്മൾ കുഞ്ഞുങ്ങളുടെ പഠിത്തം മാത്രമല്ല, നമ്മൾ എന്തിനു വേണ്ടിയാണ് കുട്ടീനെ സ്കൂളിൽ വിടുന്നത്. കുട്ടിയെ നമ്മൾ സ്കൂളിൽ വിടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ അവർ സ്പെൻഡ് ചെയ്യുന്ന ടൈമിനേക്കായാലും കൂടുതൽ അവർ സ്കൂളിലായിരിക്കും ടൈം സ്പെൻഡ് ചെയ്യുക. ഒരു സ്കൂളിൽ പോകുന്ന ഡേയ്സ് ആകുമ്പോൾ ലൈക്ക് വീട്ടിൽ സ്പെൻഡ് ചെയ്യുന്ന പോലെ തന്നെ അവർ സ്കൂളിൽ ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ വീട്ടിൽ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഈവനിങ് വരിക, ഒന്നി ട്യൂഷന് പോവുക, കഴിക്കുക, ഹോംവർക്ക് ചെയ്യുക, കിടന്നുറങ്ങുക, ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയിരിക്കും. വളരെ കുട്ടികളാണെങ്കിൽ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ നമ്മളിപ്പം സ്കൂളിൽ കൊണ്ടുവിടുക, സ്കൂളിൽ ഫുള്ള് അവർ കളിച്ച്, അപ്പോൾ എൻ്റെ കുഞ്ഞൊക്കെ എന്ന് വെച്ചാൽ ഫുള്ള് 3 o'clock വരെ കളിച്ച് ടയേർഡായി വീട്ടിൽ വന്ന് ഫുഡ് കഴിക്കുക, ഉറങ്ങുക, പിന്നെ എഴുന്നേൽക്കുക, പിന്നെ വീണ്ടും എന്തെങ്കിലും കഴിക്കുക, പിന്നെ രാത്രി ഉറങ്ങുക. സോ വീട്ടിൽ നിന്ന് സ്പെൻഡ് ചെയ്യുന്ന ടൈമിനേക്കാളും കൂടുതൽ ടൈം അവർ ലൈക്ക് അവേക്കായിട്ടിരിക്കുന്നതും ആക്റ്റീവായിട്ടിരിക്കുന്നതും സ്കൂളിൽ തന്നെയാണ്. അപ്പോൾ സ്കൂളിലാണ് കൂടുതൽ കാര്യങ്ങൾ അവർ പഠിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ സ്കൂൾ ചൂസ് ചെയ്യുമ്പം കുട്ടികൾക്ക് വളരെ കുഞ്ഞിലേ നമ്മൾ കുട്ടികൾക്ക് സ്കൂൾ ചൂസ് ചെയ്യുമ്പം എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. സ്കൂൾസ് ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ നമ്മുടെ ഇന്ത്യൻ സിലബസ് സ്കൂൾസ് ഉണ്ട്, സ്റ്റേറ്റ് സിലബസ് ഉണ്ട്, CBSE ഉണ്ട്, ICSE ഉണ്ട്, പിന്നെ ഇൻ്റർനാഷണൽ ആണെങ്കിൽ IB ഉണ്ട്, IGCSE ഉണ്ട്. അപ്പം ഏതിൽ വേണമെങ്കിലും നമുക്ക് അത് നമ്മുടെ ചോയ്സാണ്, കുഞ്ഞിനെ ഏത് സിലബസിൽ പഠിപ്പിക്കണം എന്നൊക്കെയുള്ളത്. കാരണം നമുക്ക് ഒരുപാട് ഫ്യൂച്ചർ പ്ലാൻസ് കാണുമല്ലോ, അതിനനുസരിച്ചായിരിക്കും നമ്മൾ കുട്ടികളെ ഏത് സ്കൂളിലാണ് വിടുക എന്ന് ചിന്തിക്കുക. അപ്പോൾ ഈ സ്കൂൾ നമ്മൾ ചൂസ് ചെയ്യുമ്പോൾ എന്താ ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് തിങ് നമ്മളിപ്പം ഞാനൊക്കെ പഠിച്ച സമയത്തെന്ന് വെച്ചാൽ റാങ്ക് ഉണ്ടായിരുന്നു, റാങ്കുകളായിരുന്നു. ഇപ്പോൾ ക്ലാസ്സിൽ ഫസ്റ്റ് റാങ്ക്, സെക്കൻഡ് റാങ്ക്, തേർഡ് റാങ്ക്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാച്ചുറലി ഫസ്റ്റ് റാങ്ക് എടുക്കുന്ന കുഞ്ഞ് ആയിരിക്കും ക്ലാസ്സിലേക്കും ഏറ്റവും ബ്രൈറ്റ് സ്റ്റുഡൻറ്റ് എന്നായിരിക്കും പൊതുവേ ഉള്ളൊരു കൺസിഡറേഷൻ. അങ്ങനെയായിരിക്കും വരിക. പക്ഷേ ഈ ഫസ്റ്റ് റാങ്കും സെക്കൻഡ് റാങ്കും എടുക്കുന്ന കുട്ടിക്ക് ചിലപ്പം നമ്മുടെ ടോട്ടലിൽ 1 മാർക്ക് വ്യത്യാസം അല്ലെങ്കിൽ 2 മാർക്ക് വ്യത്യാസമൊക്കെ കാണത്തുള്ളൂ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താണ്, അപ്പോൾ ആ ഒരു സ്ഥാനം തന്നെ പോവാണ്, ഫസ്റ്റ് റാങ്ക് ആയിട്ട് അങ്ങ് മാറിപ്പോവുക. സെക്കൻഡ് എന്ന് പറയുമ്പോൾ ഓൾവേസ് സെക്കൻഡ് പ്ലേസ് അല്ലേ, അങ്ങനെ ആയിപ്പോവും. അപ്പം നമ്മൾ സ്കൂൾ ചൂസ് ചെയ്യുമ്പോൾ എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരുപാട് സ്കൂൾസ് നമുക്ക് ഗ്രേഡ്സ് ആയിട്ട് വരുന്നുണ്ട് കേട്ടോ, റാങ്കിങ് ആയിട്ടല്ലാതെ ഗ്രേഡ്സ് ഫോളോ ചെയ്യുന്ന സ്കൂൾസ് ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ സ്കൂൾസ് ആണോ എന്നുള്ളത് നിങ്ങൾ ആദ്യമേ ഒന്ന് അന്വേഷിക്കുക. അതുകൊണ്ട് എന്ത് ബെറ്റർമെൻ്റ് ആണോ ഉണ്ടാകുന്നതെന്ന് ഞാൻ പറയാം. ഇപ്പം നമ്മുടെ കുട്ടിയെ സ്കൂളിൽ വിടുക, സ്കൂളിൽ വിട്ട് ഇപ്പം കുഞ്ഞ് ഈ പറയുന്ന പോലെ 5th or 6th റാങ്ക് അല്ലെങ്കിൽ 10th or 12th വാട്ട് എവർ ഇറ്റ് ഇസ് ഫസ്റ്റ് എടുക്കാൻ പറ്റുന്നില്ല. അപ്പം നമ്മൾ എപ്പോഴും എങ്ങനെയായിരിക്കും, ആ കുഞ്ഞിന് ക്ലാസ്സിലാണെങ്കിലും 10th റാങ്ക് കൺസിഡർ ചെയ്ത രീതിയിൽ ക്ലാസ്സിലും കാണത്തുള്ളൂ. അപ്പം ഫസ്റ്റ് റാങ്ക് എടുക്കുന്ന ആൾ തന്നെ ആയിരിക്കും എപ്പോഴും ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു കൺസിഡറേഷൻ സ്കൂളിലുണ്ടാവുക. നമ്മൾ വീട്ടിൽ വന്നിട്ട് ഏത് റാങ്കാണ് എടുത്തത്, ഏത് റാങ്കാണെന്ന് അങ്ങനെയായിരിക്കും നമ്മൾ ആദ്യമേ ചോദിക്കുക, അല്ലെ ഈ സബ്ജക്റ്റിൽ എത്ര മാർക്സാണ്, ഓക്കെ എത്രയും മാർക്കുണ്ട്, വാ വെരി ഗുഡ്, അങ്ങനെ നമ്മൾ പറയാറില്ല. നമ്മൾ റാങ്കിങ് വരുമ്പം എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഏത് റാങ്കാണ് അല്ലെ ചോദിക്കുന്നവർ, കുഞ്ഞു സ്കൂളിലും ഏത് റാങ്കാണ്, ഫസ്റ്റ് റാങ്കാണോ, സെക്കൻഡ് റാങ്കാണോ, 10th റാങ്കാണോ, അല്ലെ 20th റാങ്കാണോ, അങ്ങനെയാണ് അതിൻ്റെ ആ ഒരു രീതി പോകുന്നത്. സോ ബേസിക്കലി നമ്മൾ റാങ്കിങ് ഉള്ള സ്കൂളിൽ വിടുമ്പം നമ്മൾ കുഞ്ഞുങ്ങളെ കൺസിഡർ ചെയ്യുന്നതും റാങ്കിങ് ബേസ്ഡ് ആയിട്ട് തന്നെ ആയിരിക്കും, സ്കൂളിൽ മാത്രമല്ല വീട്ടിൽ. അപ്പോൾ നമ്മൾ ചോദിക്കും, എന്തുകൊണ്ടാണ് നിനക്ക് ഫസ്റ്റ് റാങ്ക് എടുക്കാൻ പറ്റാത്തത്, എന്തുകൊണ്ടാണ് നീ ഫസ്റ്റ് റാങ്ക് എടുക്കാഞ്ഞ് എന്ന് ചോദിച്ച് വീട്ടിൽ നിന്നൊരു പ്രഷർ, സ്കൂളിൽ നിന്ന് പഠിക്കണം, സ്കൂളിൽ നിന്നൊരു പ്രഷർ. സത്യം പറഞ്ഞാൽ ഈ ഫസ്റ്റ് റാങ്കിനും സെക്കൻഡ് റാങ്കിനും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 1-2 ടോട്ടൽ മാർക്കിൻ്റെ വ്യത്യാസങ്ങളൊക്കെ ആയിരിക്കും ഉണ്ടാവുന്നത്. അത് നമ്മളപ്പോൾ അത് ചിന്തിക്കാറില്ല, നമ്മളത് ശ്രദ്ധിക്കത്തുമില്ല. അപ്പം
ഈ റാങ്കിങ് മാറിയിട്ട് ഗ്രേഡ് രീതിയിലുള്ള ഒരു കൺസിഡറേഷനാണ് സ്കൂളിലുള്ളതെന്ന് പറയുമ്പോൾ 90ക്ക് മുകളിലുള്ള എല്ലാ കുട്ടികളും സെയിം ഗ്രേഡ് ആയിരിക്കും. A+, B+. അങ്ങനെ വരുമ്പം ഈ റാങ്കിങ് കൺസിഡറേഷൻ വരത്തില്ല. അപ്പം സ്കൂളിലും അങ്ങനെ ആയിരിക്കും, വീട്ടിലും നമ്മൾ അങ്ങനെ ആയിരിക്കും കൺസിഡർ ചെയ്യുക. എത്ര A ഉണ്ട്, എത്ര A+ ഉണ്ട്, അങ്ങനെ നമ്മൾ ചോദിക്കുകയുള്ളൂ. അല്ലാതെ ഫസ്റ്റ് റാങ്ക്, സെക്കൻഡ് റാങ്ക് അങ്ങനെ ഒരു ക്രൈറ്റീരിയയിലോട്ട് നമ്മൾ അവരെ റാങ്ക് ചെയ്യത്തില്ല. സോ ഫസ്റ്റ് തിങ് നമ്മൾ റാങ്കിങ് ഉള്ള സ്കൂളാണോ അതോ ഗ്രേഡ്സ് വെച്ചിട്ടുള്ള സ്കൂളാണോ എന്ന് നമ്മൾ അന്വേഷിക്കണം. അത് വെച്ച് അവർ ഒരുപാട് ഇമോഷൻസ് നമ്മൾ വീട്ടിൽ നിന്ന് അവർ പുഷ് ചെയ്യേണ്ടി വരുന്നുണ്ട്. കാരണം നമ്മൾ വീട്ടിൽ നിന്നുള്ള പ്രഷറായിരിക്കും അവർക്ക് കൂടുതലും. കാരണം നമ്മൾ സ്കൂളിൽ നിന്ന് നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടായിരിക്കും നമ്മളവരെ സ്കൂളിൽ വിടുന്നത്. ഒരുപാട് വീടുകളിൽ ഒരുപാട് കഷ്ടപ്പെട്ടായിരിക്കും ഫീസൊക്കെ അടയ്ക്കുന്നതും സ്കൂളിൽ വിടുന്നതൊക്കെ. അപ്പോൾ നമുക്ക് എങ്ങനെയായിരിക്കും നമ്മുടെ കുഞ്ഞ് ബെസ്റ്റ് ആയിരിക്കണം, ഫസ്റ്റ് റാങ്ക് വാങ്ങിക്കണം, കുഞ്ഞ് ഫസ്റ്റ് റാങ്കാണ്, അങ്ങനെ ഒരു കൺസിഡറേഷൻ വരാൻ പാടില്ല. ഈ ഗ്രേഡ്സ് ആകുമ്പോൾ എന്താണ്, നമ്മൾ ഇത്രയും കുട്ടികൾ A+ ആണ്, ഇത്രയും കുട്ടികൾ A ആണ്, അങ്ങനെ വരുവുള്ളൂ. സോ ഫസ്റ്റ് തിങ് എന്ന് ഞാൻ പറയുന്നത് എപ്പോഴും റാങ്ക് ആണോ ഗ്രേഡ് ആണോ എന്ന് നോക്കുക സ്കൂൾ കൺസിഡർ ചെയ്യുന്നത്. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും പറയുന്നൊരു എക്സാമ്പിളാണ് എൻ്റെ സ്കൂളിൽ. ഞാൻ പഠിച്ച സ്കൂളിൽ ചെന്നൈയിലാണ് കേട്ടോ. ഞാൻ പഠിച്ച സ്കൂളിൽ എനിക്ക് തോന്നുന്നു 5th 6th കഴിയുമ്പോഴത്തേക്കിന് ഭയങ്കരമായിട്ട് ഒരു അക്കാഡമിക്കിൽ ശ്രദ്ധിച്ചു തുടങ്ങുന്ന ഒരു സമയമാണ്. അപ്പം ഞങ്ങൾക്ക് ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു ക്ലാസ്സിൽ. ഇപ്പോൾ A, B, C, D അങ്ങനെ ഒരുപാട് ക്ലാസ് സെക്ഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ. 8th 9th വരുമ്പോൾ അവരെങ്ങനെയാണ് ചെയ്യുന്നതെന്നറിയോ, ഈ എയിലുള്ളതൊക്കെ മറ്റേ ടോപ്പ് നോച്ച് കുട്ടികളായിരിക്കും. എല്ലാത്തിലും ലൈക്ക് ടോപ്പ് മാർക്സ് വാങ്ങിക്കുന്ന കുഞ്ഞുങ്ങളായിരിക്കും എയിൽ കുട്ടികളായിരിക്കും. ഓക്കെ, ബിയിൽ അതിനേക്കാളും കുറച്ച് താഴോട്ട്, സിയിൽ അതിനേക്കാളും കുറച്ച് താഴോട്ട്. അപ്പം അവർ ആക്ച്വലി അങ്ങനെ എന്തിനാണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ താഴോട്ടുള്ള ഡിക്ക് താഴോട്ടുള്ള കുട്ടികൾക്കായിരിക്കും കൂടുതൽ ട്രെയിനിങ്, കൂടുതൽ സ്പെഷ്യൽ ക്ലാസ്, അങ്ങനത്തെ ഉള്ള കാര്യങ്ങൾ. അപ്പോൾ സ്കൂൾ പോയിന്റ് ഓഫ് വ്യൂവിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് 100% റിസൾട്ടിന് വേണ്ടിയും നല്ല മാർക്സിനും വേണ്ടിയാണ് അവരങ്ങനെ ആക്കുന്നത്. പക്ഷേ നമ്മുടെ സൈഡിൽ നിന്ന് ഉള്ള അപ്പോൾ ഞങ്ങൾക്കൊക്കെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സമയത്ത് നമ്മൾ D സെക്ഷനാണോ, സിയിലിട്ടോ ഡിയിലിട്ടോ, പിന്നെ ഓരോ അസസ്മെൻറ്റ് കഴിയുമ്പോൾ മാറ്റി മറിച്ചൊക്കെ ഇടാറുണ്ട് കേട്ടോ. അങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു. അങ്ങനെയൊക്കെ ചെയ്യുന്ന സ്കൂൾസ് ഉണ്ടായിരുന്നു കേട്ടോ ഒത്തിരി. ഇപ്പം എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല കേട്ടോ, ഇത് ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഉള്ള കാര്യങ്ങളാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു ടുവേർഡ്സ് ബോർഡ് എക്സാമൊക്കെ വരുന്ന സമയമാകുമ്പോഴത്തേക്കിന് എല്ലാ സ്കൂൾസും അങ്ങനെ കാണിക്കാറുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം നിങ്ങൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പം ചില സ്കൂൾസ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ അവരങ്ങനെ ഡിസ്ക്രിമിനേറ്റ് ചെയ്യാറില്ല കുട്ടികളെ. പഠിക്കാത്ത കുഞ്ഞുങ്ങൾക്ക് കുറച്ച് അവർ പോലും അറിയാതെ ആയിരിക്കും അവർക്ക് കൂടുതൽ മെൻറ്ററിങ് കൊടുക്കുന്നത്. അപ്പോൾ അവർ കുറച്ച് ബൂസ്റ്റായി വരും എന്നല്ലാതെ അവർ ഇമോഷണലി അവർ ഓക്കെ ഞാൻ പഠിക്കുന്നില്ല അതുകൊണ്ടാണ് ഞാനിങ്ങനെ എന്നൊരു തിങ്കിങ്ങിലേക്ക് അവർ വരത്തില്ല. ഓക്കെ, സെക്കൻഡ് തിങ് വന്ന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അത് കാരണം നമുക്ക് കമ്പാരിസൺ ഉണ്ടാവും. ഫസ്റ്റ് റാങ്ക്, സെക്കൻഡ് റാങ്ക്, തേർഡ് റാങ്ക്, നമ്മൾ ഓരോ കുട്ടികളോ ആ കുട്ടിയാണോ ഫസ്റ്റ് റാങ്ക്, എന്തുകൊണ്ട് നിനക്ക് എടുക്കാൻ പറ്റാഞ്ഞ്. അതുകൊണ്ട് നാച്ചുറലി കുട്ടികൾക്ക് ക്ലാസ്സിൽ ഒരു സോഷ്യലി സെലക്റ്റീവ് എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ ഉണ്ടാവുകയാണ്. സോഷ്യലി സെലക്റ്റീവ് എന്ന് പറയുന്നത് നല്ലപോലെ പഠിക്കുന്ന കുട്ടിയുടെ അടുത്ത് എന്തായാലും മോശമായിട്ട് പഠിക്കുന്ന കുട്ടികൾ ഫ്രണ്ട്ഷിപ്പ് കാണത്തില്ല. അങ്ങനെ ഒരു സംഭവം ഉണ്ടാവും സ്കൂളുകളിൽ. അപ്പോൾ അതൊക്കെ നമുക്ക് അവോയ്ഡ് ചെയ്യാം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ. പിന്നെ ഫുഡ് ഞാൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കൂളിൽ നിന്ന് തന്നെ ഫുഡ് കൊടുക്കുന്ന ഒരു ടൈപ്പ് സ്കൂളാണ് നമ്മൾ ചൂസ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ കുഞ്ഞിലേ തന്നെ കുട്ടികൾ എല്ലാ ഫുഡും എക്സ്പ്ലോർ ചെയ്യും, എല്ലാ ഫുഡും കഴിച്ചു തുടങ്ങും. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വീട്ടിൽ നിന്ന് ഫുഡ് കൊടുത്തു വിട്ട് ശീലിപ്പിക്കുന്ന ഒരു ടൈപ്പാണെങ്കിൽ കുട്ടിക്ക് ഇഷ്ടമുള്ള ഫുഡായിരിക്കും നമ്മൾ എന്നും കൊടുക്കുന്നത്. എന്നും അത് തന്നെ കൊടുത്തു വിടും. അപ്പോൾ അവർ മാറാൻ പോകുന്നില്ല, അവർ വേറെ ട്രൈ ചെയ്യാൻ പോകുന്നില്ല. അവർക്ക് ഇഷ്ടമുള്ളതേ അവർ കഴിക്കത്തുള്ളൂ. നമുക്കും അറിയാമായിരിക്കും ഇത് ഇഷ്ടമാണ് അപ്പോൾ ഇതേ കഴിക്കത്തുള്ളൂ എന്നറിഞ്ഞ് നമ്മൾ ആ ഫുഡേ കൊടുത്തു വിടുകയുള്ളൂ. സോ എപ്പോഴും നമ്മൾ സ്കൂളിൽ വിടുക എന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യമേ അറിയേണ്ട ഒരു കാര്യം ആ സ്കൂളിൽ നിന്ന് തന്നെ ഫുഡ് കൊടുക്കുന്നുണ്ടോ. ഞാൻ പറയുന്നത് കുഞ്ഞിലേ കേട്ടോ, കുഞ്ഞിലേ ഉള്ള കാര്യമാണ്, കുഞ്ഞിലേ വിടുന്ന സ്കൂൾസ്. കാരണം അപ്പോഴായിരിക്കുമല്ലോ കുട്ടികൾ ടേസ്റ്റ് ഫുഡും ഒക്കെ ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്യുന്നത്. ആ ഒരു സമയത്ത് എല്ലാ ഫുഡും അവർക്ക് കഴിക്കാൻ പറ്റും. ബാക്കിയുള്ള കുട്ടികൾ കഴിക്കുന്ന കണ്ടെങ്കിലും നമ്മുടെ കുഞ്ഞുങ്ങൾ കഴിച്ച് ശീലിക്കും. ഞാൻ വേറൊരു വീഡിയോയ്ക്കകത്തും പറഞ്ഞിട്ടുണ്ടായിരുന്നു, എൻ്റെ കുഞ്ഞിനെ തന്നെ ഞാൻ എക്സാമ്പിളായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എല്ലാം കഴിച്ച് ശീലിച്ചത് ലൈക്ക് അങ്ങനെ സ്കൂളിൽ നിന്ന് തന്നെ ഫുഡ് കൊടുത്ത് പഠിച്ചിട്ടാണ് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഇന്നത്തെ എൻ്റെ കണ്ടൻറ്റ് ഇതൊക്കെയാണ്. നമ്മൾ സ്കൂൾ ചൂസ് ചെയ്യുമ്പം നോക്കേണ്ട കാര്യങ്ങൾ വാട്ട് എവർ സിലബസ്
ആയിക്കോട്ടെ. ബട്ട് സ്കൂള് ഈ പറയുന്ന പോലെ റാങ്ക് ബേസ്ഡ് ആയിട്ടാണോ കുട്ടികളെ അവർ കൺസിഡർ ചെയ്യുന്നത്, അതോ ഗ്രേഡ് ബേസ്ഡ് ആണോ എന്ന് ചെക്ക് ചെയ്യുക. അത് കാരണം ഒരുപാട് സോർട്ട് ഔട്ട് വരും കുട്ടികൾക്കും വീട്ടിലും. കുഞ്ഞുങ്ങൾക്ക് അതുകൊണ്ട് ഒരുപാട് പ്രഷർ ഉണ്ടാവും. അതൊക്കെ നമുക്ക് അവോയ്ഡ് ചെയ്യാമല്ലോ. എല്ലാവരും ഈക്വലി കൺസിഡർ ചെയ്യുന്ന പോലെ ആകും ഗ്രേഡ് ആകുമ്പോൾ. പിന്നത്തെ കാര്യം എന്ന് പറയുന്നത്, ഇവരുടെ ഈ സോഷ്യലി സെലക്റ്റീവ് എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ അന്നേരമാണ് അവർക്ക് ഉണ്ടാകുന്നത്. അപ്പോൾ അവർ ഒരുപാട് പഠിക്കുന്ന കുട്ടികളുമായിട്ട് കംപ്ലീറ്റ്ലി അങ്ങ് നല്ലപോലെ പഠിക്കുന്ന കുട്ടികളുമായിട്ട് കംപ്ലീറ്റ്ലി അങ്ങ് അകന്ന് മാറി നിൽക്കുന്ന ഒരു ക്യാരക്ടറാകും. പിന്നെ ഫുഡ്, ഇത് ഇത്രയാണ് നമ്മൾ ഒരു സ്കൂൾ ചൂസ് ചെയ്യുമ്പോൾ നമ്മൾ കുഞ്ഞിലെ നമ്മൾ സ്കൂളിൽ വിടുമ്പം നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ ഇത് വെച്ച് ഞാൻ ഇന്നത്തെ ടോപ്പിക്ക് വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ഒരു കാര്യമാണെന്ന് എനിക്ക് തോന്നിയതും കൊണ്ട് ഞാൻ കൊണ്ടുവന്ന ഒരു കണ്ടൻറ്റാണ്. അപ്പം താങ്ക് യു സോ മച്ച് ഫോർ സപ്പോർട്ടിങ് മീ. പിന്നെ ഞാൻ കാണുന്ന ഒരു അനാലിറ്റിക്സിൽ കാണുന്നത്, എന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എൻ്റെ വീഡിയോസ് കാണുന്നുണ്ട്. അപ്പോൾ എന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എൻ്റെ കണ്ടൻറ്റ് നല്ലതാണെന്ന് തോന്നിയാൽ ഷെയർ ചെയ്യുക. വീണ്ടും ഞാൻ നല്ലൊരു കണ്ടൻറ്റുമായിട്ട് നാളെ വരുന്നതായിരിക്കും. താങ്ക് യു. ബൈ.